വീഴുന്നത് ഒരു പരാജയമല്ല, മറിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കാതെ ഇരിക്കുന്നതാണ് പരാജയം. ഒരു കൊടുങ്കാറ്റ് ഒരു പ്രഭാതം മുഴുവൻ നിലനിൽക്കില്ല. പെട്ടെന്നുള്ള മഴ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാറുമില്ല. എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരും. പ്രതീക്ഷ കൈവിടരുത്. ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം. ചില ആളുകൾ നിങ്ങളോട് വിശ്വസ്തരല്ല, അവർ നിങ്ങളുടെ ആവശ്യങ്ങളോട് മാത്രം വിശ്വസ്തരാണ്. അവരുടെ ആവശ്യങ്ങൾ മാറുമ്പോൾ അവരുടെ വിശ്വസ്തതയും മാറുന്നു. മനസ്സിലാക്കി ചേർത്തു പിടിക്കാൻ ആരുമുണ്ടാവില്ല, പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകളുണ്ടാകും. ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ, മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ. നിങ്ങൾക്ക് വില കിട്ടാത്ത ഇടങ്ങളിൽ, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ, അറിവിന് യാതൊരു വിലയും നൽകാത്ത സ്ഥലങ്ങളിൽ അല്പസമയം പോലും ചിലവഴിക്കരുത്. രണ്ടു മനുഷ്യർ തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. അതിനു വേണ്ടത് സംസാരിക്കാനുള്ള മനസ്സും കേൾക്കാനുള്ള ക്ഷമയുമാണ്. ബുദ്ധിമാൻ ഒരിക്കലും തൻ്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കില്ല. വീട്ടിലെ രഹസ്യങ്ങൾ, ധനനഷ്ടത്തിൻ്റെ കണക്കുകൾ, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ഇവയെല്ലാം തന്നെ സ്വയം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. വെറുപ്പ്, കോപം, സൗഹൃദം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് അറിയുമ്പോഴാണ്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു. അവൻ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകോൽ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക. എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക. ചില സമയങ്ങളിൽ ദൈവം മനഃപൂർവ്വം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു. അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്തെ മുഖംമൂടി കാണാൻ കഴിയും. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക, അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ, അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല, ബന്ധുക്കളുമില്ല. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. പ്രശ്നത്തെ നേരിടാനുള്ള കെൽപ്പും താൻ എടുത്ത തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ആർജവവും ഓരോരുത്തരിലും ഉണ്ടാകണം. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവൻ്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറാവുക. ചില നഷ്ടങ്ങളുടെ വേദന തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒത്തിരി കടന്നുപോയിരിക്കും. അപ്പോഴേക്കും നമ്മൾ എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിലും ദൂരത്തേക്ക് ആ നഷ്ടവും അകന്നുപോയിട്ടുണ്ടാവും.